നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നിര നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന വചനമാണ് അവിടെ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് ഏത് പ്രതിസന്ധി വന്നാലും വിഷയങ്ങൾ വന്നാലും ദൈവത്തിൻ്റെ പൈതലിനോടുള്ള ദൈവിക സന്ദേശം എന്ന് പറയുന്നത് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ദാവീദിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തൻ്റെ സങ്കീർത്തനങ്ങളിലെല്ലാം താൻ വളരെ തന്നെ ധൈര്യപ്പെടുത്തുന്ന പാട്ടുകളാണ് താൻ എഴുതിയത്. കാരണം തൻ്റെ അപ്പൻ തൻ്റെ കൂടെയില്ല, അമ്മ തൻ്റെ കൂടെ ഇല്ല, സഹോദരങ്ങൾ തൻ്റെ കൂടെയില്ല, തൻ്റെ ഭാര്യ തൻ്റെ കൂടെയില്ല, താൻ ഒറ്റപ്പെട്ടവനായി. എന്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ, സകല ജനത്തിൻ്റെ നടുവിൽ വെച്ച് ശമൂവേൽ പ്രവാചകൻ ഒരു വലിയൊരു അഭിഷേക തൈലം തൻ്റെ തലയിലേക്ക് ഒഴിച്ച് തന്നെ അഭിഷേകം ചെയ്ത് ഒരു രാജകീയ അനുഭവത്തിലോട്ട് തന്നെ ആക്കുന്ന നിമിഷം മുതൽ തനിക്ക് ചുറ്റുമുള്ള എല്ലാവരും തനിക്ക് പ്രതികൂലമായി മാറുകയാണ്. താൻ അതുകൊണ്ട് മാത്രം രാജാവിന് അനിഷ്ടമുള്ളവനായി മാറി. തൻ്റെ ജീവിതത്തിൽ ഈ അഭിഷേകം വന്നതുകൊണ്ട് മാത്രം തൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങളൊക്കെ തനിക്ക് എതിരായി ഒരു അഹങ്കാരിയാണിവൻ എന്ന് സ്വന്തം സഹോദരങ്ങൾ തന്നെ കുറിച്ച് പറഞ്ഞു. തനിക്ക് ഒറ്റയ്ക്ക് ഓടേണ്ടി വന്നു, നാട് വിട്ട് ഓടേണ്ടി വന്നു, മരുഭൂമിയിലായി. ഏകദേശം 20 വർഷത്തോളം ദാവീദ് ഒറ്റപ്പെട്ടവനായി മരുഭൂമിയിലൊക്കെ അലഞ്ഞു നടക്കുമ്പോൾ ദാവീദ് എന്ന് പറയുന്ന അഭിഷിക്തനിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വളരെ ഒറ്റപ്പെട്ട ഒരവസ്ഥ. ഒരിക്കൽ തൻ്റെ ഹൃദയത്തിൻ്റെ വേദന സഹിക്കാൻ പറ്റാതെ അബ്ശലോം എന്ന് പറയുന്ന ശൗലിൻ്റെ മകനായ അബ്ശലോമിനെ കെട്ടിപ്പിടിച്ച് വളരെ ശക്തമായി പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ട്. കാരണം ദാവീദിൻ്റെ ഹൃദയം അത്രയും തകർന്നു പോയി. കാരണം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, താൻ ഏതൊരു വിധത്തിലുള്ള ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. ഒരു രാജ്യം മുഴുവനും പകച്ചു നിൽക്കുമ്പോൾ ആ പകച്ചു നിൽക്കുന്നവരുടെ നടുവിൽ ഒരു ബാലനായിരിക്കെ തനിക്ക് ചേരാത്ത ആയുധങ്ങളൊന്നും താൻ എടുക്കാതെ താൻ ദൈവത്തിൻ്റെ നാമത്തെ എടുത്തുകൊണ്ട് ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒറ്റയ്ക്ക് നേരിട്ട് തോൽപ്പിച്ച് ഒരു രാജ്യത്തെ മുഴുവനും രക്ഷിച്ച ഒരു നല്ല പ്രവൃത്തി ചെയ്ത ഒരു വ്യക്തിയാണ്. എന്നാൽ ആ നല്ല പ്രവൃത്തി, ആ നല്ല ഒരു ശുശ്രൂഷ, അത് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടും ദൈവനാമത്തിലുള്ള വിശ്വാസത്തോടും ധൈര്യത്തോടും ഉറപ്പോടും കൂടി, അതായത് ഒരു അഭിഷേകം വന്നപ്പോൾ ദാവീദിൻ്റെ അകത്ത് ആദ്യം വന്നത് ധൈര്യമാണ്. നമുക്കെല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് വേണ്ട ഒരു കാര്യം ഒരു വലിയ ധൈര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ അകത്ത് ആ ധൈര്യം വന്നു. എന്നു മുതൽ വന്നു? താൻ കാട്ടിനകത്തായിരുന്നപ്പോൾ അല്ല വന്നത്, തൻ്റെ മേൽ അഭിഷേകം വന്നപ്പോൾ ഈ ധൈര്യം വന്നു. അഭിഷേകം വന്നതിന് ശേഷം ഈ ധൈര്യമുള്ളവനായി താൻ കാട്ടിനകത്ത് ചെന്നപ്പോൾ തനിക്ക് നേരെ വന്നതായ സിംഹത്തെയും കരടിയൊക്കെ വലിച്ച് കീറിക്കളയാൻ ദാവീദിൻ്റെ മേൽ ഈ ധൈര്യത്തിൻ്റെ അഭിഷേകം വരാനിടയായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് താൻ വെളിയിൽ യുദ്ധത്തിൽ ഗോലിയാത്തിനെതിരായിട്ട് നിന്നപ്പോൾ തൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നു? ധൈര്യമുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. ആ ധൈര്യവും ഉറപ്പുമാണ് തന്നെ നിലനിർത്തിയത്. എല്ലാവരും തന്നെ കൈവിട്ട് ഉപേക്ഷിച്ചു. താൻ പൊട്ടിക്കരയാൻ കാരണം, ഞാനൊരു തെറ്റും ചെയ്തില്ല, എന്നിട്ട് പോലും ഞാൻ ഉപദ്രവിക്കപ്പെടുകയാണ്, ഞാൻ നിന്ദിക്കപ്പെടുകയാണ്, ഞാൻ ഹല്ലേലൂയ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരികയാണ്, ഞാൻ ഇവിടെ നിന്ന് ഓടി പലായനം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു, എനിക്ക് സ്വന്തക്കാരെ വിട്ട് എല്ലാവരും വിട്ടുപോകേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. പക്ഷെ ആ സമയത്തും ദാവീദിൻ്റെ അകത്ത് വ്യാപരിച്ചത് ഒരു ഭയങ്കര ധൈര്യമാണ്, ഉറപ്പാണ്. അതുകൊണ്ടാണ് ആ സാഹചര്യത്തിന് നടുവിൽ ദാവീദ് ദൈവത്തെക്കുറിച്ച് പാട്ടുപാടുവാൻ, ദൈവത്തെക്കുറിച്ച് എഴുതുവാൻ, ദൈവം എൻ്റെ സങ്കേതമാണെന്നും ദൈവം എൻ്റെ ഉറപ്പാണെന്നും ദൈവം എനിക്ക് അത്യുന്നതനാണെന്നും ദൈവം എന്നെ ഒരിക്കലും കൈവിടുകയില്ലെന്നും എൻ്റെ വൈരികളോടും എന്നെ ദ്രോഹിക്കുന്നവരോടും ദൈവം പ്രതികാരം ചെയ്യുമെന്നും തന്നെത്താൻ പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് ആ വചനം വിളിച്ചു പറഞ്ഞ് ഉറപ്പുള്ളവനായി ആ പാട്ടുകളെല്ലാം എഴുതുകയാണ്. തന്നെത്താൻ ധൈര്യപ്പെടുത്തി. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയാനുള്ളതും, നമ്മൾ
മറ്റുള്ളവരെ നമ്മൾ ധൈര്യപ്പെടുത്താറുണ്ട്. പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമ്മളെല്ലാം സമർത്ഥരാണ്. നമ്മൾ വളരെയധികം മറ്റുള്ളവരെ പ്രതികൂലത്തിലായിരിക്കുന്നവരെ നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ ദൈവവചനം പറഞ്ഞും അനേകരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞും നമ്മൾ അവരോട് വളരെ നന്നായിട്ട് അവരെ ഉറപ്പിക്കാറുണ്ട്, ബലപ്പെടുത്താറുണ്ട്, അവരെ ധൈര്യപ്പെടുത്താറുണ്ട്. എന്നാൽ ഇന്ന് പകല് ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് എപ്പോഴെങ്കിലും നമ്മെ തന്നെ ധൈര്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ? ഇന്നത്തെ ഈ വചനം എന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ആരാധനയിൽ പലയിടങ്ങളിലായിരിക്കുന്ന വിശ്വാസ സമൂഹത്തോട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സന്ദേശം ഇതാണ്: തന്നെത്താൻ നമ്മൾ ധൈര്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ സ്വഭാവം അതെ, തന്നെത്താൻ വചനം പറഞ്ഞ് വെളിപ്പാട് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് തന്നെത്താൻ ധൈര്യപ്പെടുത്തുകയാണ്. നിന്നാൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. മതിലല്ല വലുത്, മതിലിനേക്കാൾ വലിയവനായൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഈ പടക്കൂട്ടത്തിനേക്കാൾ വലിയവനായൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു വലിയ ധൈര്യം ദാവീദിന്റെ അകത്തുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ ഉപദേശിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. എന്നാൽ സ്വയം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും വിഷയങ്ങളും വരുമ്പോൾ നമ്മൾ പതറി ആത്മഹത്യ ചെയ്താൽ മതി, ഇനി എന്തിന് ജീവിക്കണം, ഇനി ഒരു ഭാവി നമുക്കുണ്ടോ, ഇനി എന്ത് സംഭവിക്കും എന്നതിനൊക്കെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ ഉറച്ച് വിശ്വസിക്കാൻ നമ്മൾ ഇടയാകണം. ഒരുപക്ഷെ നമ്മളോട് വാഗ്ദത്തം പറഞ്ഞ പ്രവാചകൻ ഒരുപക്ഷെ മരിച്ചു പോകാം, എന്നാൽ പ്രവചനം ഒരിക്കലും നീങ്ങിപ്പോകത്തില്ല, വാഗ്ദത്തം ഒരിക്കലും നീങ്ങിപ്പോകത്തില്ല. നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാഗ്ദത്തങ്ങളും ഒരിക്കലും മാറിപ്പോകുന്ന ഒന്നല്ല. പ്രൈസ് ദി ലോർഡ്. എലീശ മരിച്ചു, പക്ഷേ എലീശയോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം മരിച്ചില്ല. എലീശ ജീവിച്ചിരുന്ന സമയത്ത് നടക്കാത്തത് മരിച്ച് ആ കുഴിക്കകത്ത് കിടന്നപ്പോൾ അതിനകത്ത് മരിച്ചു വീണ ഒരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കാനിടയായി. ജീവിച്ചിരുന്ന സമയത്ത് കേട്ട ഒരു വാഗ്ദത്ത ദൂത്, അതാവാം മനുഷ്യൻ മരിച്ചിട്ട് പോലും അത് മായാതെ, അത് മാറിപ്പോകാതെ അത് നിവർത്തീകരിക്കാൻ ദൈവം ശക്തനാണ്. ഇന്ന് പകലെ ഞാനും നമ്മളെല്ലാം കേട്ടിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങൾ അത് മരിച്ചിട്ടില്ല, അതിന് മരണമില്ല. പറഞ്ഞവർക്കതുണ്ടാകാം, എന്നാൽ ആ കേട്ട ദൈവിക ദൂതുകൾക്ക് മരണമില്ലാത്തത് കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറുമെന്നതിന് ഒരു സംശയവും വിചാരിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും ഈ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഒരു ദൈവ പൈതൽ എപ്പോഴും വാഗ്ദത്തങ്ങളിൽ ഉറപ്പുള്ളവനായിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ നമ്മൾ ദൈവവചനം പറഞ്ഞു ഉറപ്പിക്കണം. വചനത്തിന്റെ വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഭയപ്പെട്ടു പോകുന്നത്. എന്തുകൊണ്ട്, എങ്ങനെയാണ് നമ്മൾ ഭയം ഉണ്ടാകുന്നത്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭയം ഉണ്ടാകാൻ കാരണം എന്താണ്? തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ദൈവത്തിന്റെ സ്നേഹം ഉദിക്കുമ്പോൾ, ദൈവത്തിനോട് സ്നേഹമുണ്ടാകുമ്പോൾ നമ്മൾ ആ നിമിഷം മുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ, ഇന്ന് പ്രഭാതത്തിൽ ആ സഹോദരൻ പറഞ്ഞതുപോലെ, അയ്യോ പാഷന്മാരെല്ലാം, ഞങ്ങളൊക്കെ പാഷന്മാർ പലതും വിളിച്ചു പറഞ്ഞു, പാഷന്മാർ പറഞ്ഞതൊന്നും ഇവിടെ നടക്കുന്നില്ല, ഇനി എനിക്ക് ദൈവമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പാഷന്മാരിൽ ആശ്രയിക്കാനാണോ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. മനുഷ്യരിൽ ആശ്രയിക്കാനാണോ പറഞ്ഞത്? അപ്പോൾ തികഞ്ഞ ഒരു ദൈവസ്നേഹം ഇല്ലാത്ത വ്യക്തികൾ പലപ്പോഴും പറയുന്ന ജൽപ്പനങ്ങളാണ്: പാസ്റ്റർ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, പാസ്റ്ററെ വിളിച്ചിട്ട് കിട്ടിയില്ല, പാസ്റ്റർക്ക് ഞാൻ ഓഫറിംഗ് കൊടുത്തതാണ്, പാസ്റ്റർക്ക് ഞാൻ ദശാംശം കൃത്യമായി കൊടുത്തതാണ്, എന്നാൽ വിളിക്കുമ്പോൾ അദ്ദേഹം എടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഷ വിളിച്ച് ഫോൺ വെച്ച് അടുത്ത രണ്ടാമത് വേറൊരു ഭാഷ വിളിക്കുന്നു. ഈ പാസ്റ്റേഴ്സിന്റെ ലിസ്റ്റ് കയ്യിൽ വെച്ച് ഈ ദൈവദാസന്മാരെ വിളിച്ച് നടക്കുന്ന വ്യക്തികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നവർ,
ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യരിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങിപ്പോകും, അവർ തകർന്നു പോകും, അവർക്ക് നിലനിൽപ്പില്ലാതായി പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പാറമേൽ വീട് പണിത ഏതൊരു വ്യക്തിയും അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് ധൈര്യപ്പെടുവാൻ സാധിക്കത്തുള്ളൂ, ഉറപ്പുണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വേണം. എൻ്റെ കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചും പറഞ്ഞും നടക്കേണ്ട കാര്യമില്ല. കാരണം നീ എന്നാണ് യേശുവിനെ, ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്, ആ നിമിഷം മുതൽ ആ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹമാകുന്ന ദൈവം നിന്റെ കൂടെ വന്നു കഴിഞ്ഞു, നിന്റെ കൂടെ ഉണ്ട്. അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പിന്നെയും നമ്മൾ എങ്ങനെയാണ് അനുഗ്രഹം വേണം, അനുഗ്രഹം വേണം, അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം, വിടുവിക്കണം, വിടുവിക്കണം, വിടുവിക്കണമെന്ന് ഒരിക്കലും ബ്രേക്ക് ത്രൂ വേണം, ബ്രേക്ക് ത്രൂ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓൾറെഡി ദൈവം നിന്റെ ബ്രേക്ക് ത്രൂ ആയിരിക്കുന്ന ദൈവം നിന്റെ കൂടെ ഇല്ലേ? വിശ്വാസ വീരനായ ദൈവം നിന്റെ കൂടെ ഇല്ലേ? അത്ഭുതകരനായ മന്ത്രി നിന്റെ കൂടെ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പറയേണ്ടത്, എൻ്റെ കൂടെ ഈ ദൈവം. നമ്മൾ ഇനി എന്താണ് അനുഗ്രഹം, എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്നത്? നമ്മൾ ഓരോ ദിവസവും ദിനം പ്രതി ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വെളിപ്പാടാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനെന്ത് ചെയ്യണം? തികഞ്ഞ ഒരു സ്നേഹം നമ്മുടെ അകത്തുണ്ടാകുവാൻ ഈ വചനം, ഹല്ലേലൂയ, വചനം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. വചനത്തിന്റെ വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം കേൾവിയാൽ വരികയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്താണ് നമ്മൾ കേൾക്കുന്നത്? നെഗറ്റീവായ കാര്യങ്ങളല്ല. നമ്മൾ ഈ ബൈബിൾ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ സ്വയം അത് കേൾക്കുകയാണ്. പ്രൈസ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ രാപകൽ വചനം ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിക്കുന്ന ഒരു വ്യക്തി, പ്രൈസ് ദി ലോർഡ്, അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അല്ലാതെ പാഷന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ല ഇല വാടാത്തതുപോലെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ, വചനത്തെ രാപകൽ ധ്യാനിക്കുന്ന ഒരു മനുഷ്യന് അവൻ ഒരിക്കലും വാടിപ്പോകാതെ, ഹല്ലേലൂയ, അവൻ തൊടുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ നമുക്ക് അനുഗ്രഹിക്കപ്പെടാം? വേറൊന്നും ചെയ്യണ്ട. ഇപ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട്. അതിരാവിലെ പ്രഭാതങ്ങളിൽ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കാൻ നമുക്ക് തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ രാപകൽ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, ആ വചനം ഒരു വെളിപ്പാടായി നമ്മുടെ അകത്ത് കത്തുമ്പോൾ, നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ആ വചനം ഒരു വെളിപ്പാടായി നമ്മുടെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ, യേശു ദൈവം ആരെന്ന് നമ്മൾ അറിയാൻ തുടങ്ങുമ്പോൾ, ദിനം പ്രതി നമുക്ക് ദൈവത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ എന്നേ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം നമ്മുടെ കൂടെ ദൈവം ഇപ്പോഴുണ്ട്. ദൈവമുണ്ട്. ദൈവം ഉള്ളിടത്ത് ഇരുട്ട് ഇരിക്കത്തില്ല, ഇരുള് വ്യാപരിക്കത്തില്ല, ഇരുട്ട് നമ്മളെ മൂടത്തില്ല. നമ്മളത് വിളിച്ചു പറയണം, നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മൾ, അതായത് കർത്താവിനെ രക്ഷിതാവായി വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പുറത്ത് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ആ ഒരു വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിയുടെ കൂടെ യേശുവുണ്ട്. വചനം പറയുന്നു, നീ യേശുവിനെ ധരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതൊരു വെളിപ്പാടാണ്. സ്നാനപ്പെട്ടവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനി ബ്രേക്ക് ത്രൂ വേണം, ബ്രേക്ക് ത്രൂ വേണം എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. അതിന്റെ പകരം നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ നോക്കുക. നമ്മൾ രക്ഷിക്കപ്പെട്ടു. എന്താണ് രക്ഷിക്കപ്പെട്ടത്? ഹല്ലേലൂയ. യേശുവിനെ രക്ഷിതാവായി നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളെയും യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ അവകാശം. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം പറയുകയാണ്, ഇനി നമ്മൾ അടിമകളല്ല, ദാസന്മാരല്ല, ദാസിമാരല്ല, നമ്മൾ പുഴുവല്ല, കൃമിയല്ല, നമ്മൾ പുത്രത്വത്തിന്റെ അവകാശവും അധികാരവും പ്രാപിച്ച് അബ്ബാ
പിതാവേ എന്ന് വിളിക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായി മാറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ വചനം എന്ത് പറയുന്നു? സ്നാനപ്പെട്ട നിങ്ങൾ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ പുത്രന്മാരും പുത്രിമാരുമായി മാറിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ ഇൻഹെറിറ്റൻസ്, അതായത് നിങ്ങളുടെ അവകാശങ്ങൾ, ക്രിസ്തുവിലുള്ള സകല അവകാശങ്ങളും നമ്മൾ പ്രാപിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒന്നും നമ്മൾ പ്രാപിക്കാനില്ല. നമ്മളിപ്പോൾ ക്രിസ്തുവിലുള്ള സകലതും പ്രാപിച്ചിരിക്കുന്നു. സകല ആത്മീക അനുഗ്രഹങ്ങൾ നമുക്ക് വന്നിരിക്കുന്നു. നമുക്കറിയാം, ഒരു സമൂഹത്തിൽ, ഇന്നത്തെ ഈ കൾച്ചറിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഉള്ളതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ചേരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴാണ് നമ്മുടെ അപ്പനും അമ്മയ്ക്കും നമ്മൾ തലമുറകളായി ജനിക്കുമ്പോൾ, നമുക്ക് അറിവില്ലാതെ ശിശുക്കളായിരിക്കുമ്പോൾ നമുക്ക് അവരുടെ സ്വത്തിനെ കുറിച്ചോ വസ്തുവകകളെ കുറിച്ചോ ഒന്നും അറിവില്ല. എന്നാൽ മുതിർന്നു വരുമ്പോൾ നമുക്ക് ഒരു അധികാരം ലഭിക്കുകയാണ്, നമുക്കൊരു അവകാശം ലഭിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയുകയാണ്, ഈ കാണുന്ന വീടും സ്ഥലങ്ങളും ഇവിടെയുള്ളതെല്ലാം എൻ്റെ അപ്പൻ്റെതാണ്, എൻ്റെ അമ്മയുടേതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ അപ്പനോ അമ്മയോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, മക്കളെ ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, ഇത് നിനക്കുള്ളതാണ്, ഈ ഇരിക്കുന്ന പിന്നെ TV നിനക്കുള്ളതാണ്, ഈ റൂം നിനക്കുള്ളതാണ്, ഈ ചെയർ നിനക്കുള്ളതാണ്? ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ അപ്പനോ അമ്മയോ എന്നെങ്കിലും നമ്മളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും അവർ പറയാതെ തന്നെ മക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കും, എൻ്റെ അപ്പനും അമ്മയ്ക്കുമുള്ള സകലതും അതെല്ലാം എനിക്കുള്ളതാണ്. കാരണം ഞാൻ അവരുടെ മകനാണ്, മകളാണ് എന്ന് വ്യക്തമായി ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ, ആ വെളിപ്പാട്, ആ കോൺഷ്യസ്, ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ എപ്പോഴാണ് തുടങ്ങുന്നത്? അപ്പോൾ മുതൽ നമ്മൾ തിരിച്ചറിയും, അയ്യോ ഞാൻ ശപിക്കപ്പെട്ടവനല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-14 പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു മരത്തിന്മേൽ തൂങ്ങപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനായിരിക്കുന്നു. ഇനി ഞാൻ ശപിക്കപ്പെട്ടവനല്ല. എല്ലാവരും വിളിച്ചു പറഞ്ഞാട്ട് ഞങ്ങൾ ശപിക്കപ്പെട്ടവരല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ശാപം, എനിക്ക് അയ്യോ ഞാൻ ശപിക്കപ്പെട്ടവനാണ്, ഞാൻ പാപിയാണ്, ഞാൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു നടക്കാതെ, അയ്യോ എനിക്ക് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞാതെ, ദാരിദ്ര്യം വരുമ്പോൾ പറയേണ്ട വചന വെളിപ്പാട്, യേശു കർത്താവ് ദരിദ്രനായ ഭൂമിയിൽ വന്നതുകൊണ്ട് ഞാൻ സമ്പന്നനായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് വിളിച്ചു പറയാൻ നമ്മൾ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ വചനം അകത്ത് വർക്ക് ചെയ്യുമ്പോൾ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരികയാണ്. വചനം പറയുകയാണ്, ലൂക്കോസ് 11:10 എന്ന് പറയുന്നു, നിങ്ങൾ മക്കളാണ്, ദോഷികളായ നിങ്ങളുടെ പിതാവ് നിങ്ങൾ നല്ല ദാനങ്ങളെ നിങ്ങൾക്ക് തരുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ തരും. ഹല്ലേലൂയ. തരാതിരിക്കും. ഹല്ലേലൂയ. ഏറ്റവും നല്ല ദാനങ്ങളെ നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവവചനം വെളിപ്പാടായി ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്ത് വെളിപ്പെടണം. ഗലാത്യർക്കെഴുതിയ ലേഖനം പൗലോസ് എഴുതാൻ കാരണം, ആ സഭയ്ക്കകത്ത് വന്ന ജാതികളായ വ്യക്തികളെ മുഴുവനും യഹൂദ മത അനുചാരികൾ വന്നിട്ട് വളരെ നിർബന്ധപൂർവം നേർച്ചകൾ, കാഴ്ചകൾ, ജാതികളെ പോലെ അവരെ വീണ്ടും നേർച്ചകളും കാഴ്ചകളും തല മുണ്ടനം ചെയ്യുവാനും അങ്ങനെ തുടങ്ങി പലതരത്തിലും യഹൂദന്മാര് 633 പരം നിയമങ്ങളും കാര്യങ്ങളും അനുസരിച്ച് ജീവിച്ച് അവര് ഈ സഭയ്ക്കകത്ത് കയറി പഠിപ്പിക്കാൻ തുടങ്ങി. ന്യായപ്രമാണ പ്രകാരം നിങ്ങൾ ജീവിക്കണം എന്നൊക്കെ ദുരുപദേശങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ വളരെ ദുഃഖിതനായ പൗലോസ് ഈ സഭയ്ക്ക് എഴുതുന്ന ഒരു ലെറ്ററാണ്, അല്ലയോ ഗലാത്യരെ, നിങ്ങൾ വീണ്ടും അടിമനുഖത്തിലായി പോകരുത്, ഇനിയും നിങ്ങൾ അടിമനുഖത്തിലായി പോകരുത്. നിങ്ങളെ ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ജഡത്തിലുള്ള പ്രവർത്തികളിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഉപവാസങ്ങളാലും പ്രാർത്ഥനകളാലും അല്ലെങ്കിൽ ജഡീകമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചും പറഞ്ഞും ജഡത്തിൽ ജീവിക്കാതെ, ജഡത്തിൽ ജീവിക്കുന്നവൻ ന്യായപ്രമാണത്തിൽ ജീവിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. എന്നാൽ ആത്മാവിൽ ജീവിക്കാൻ വേണ്ടി വളരെ ശക്തമായിട്ട് പൗലോസ് ആ ഗലാത്യ സഭയിലുള്ളവർക്ക് എഴുതുകയാണ്, വീണ്ടും നിങ്ങൾ അടിമനുഖത്തിലായി പോകരുത്. വീണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഭക്തിയുടെ വേഷവും ധരിച്ച് ഹല്ലേലൂയ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഓരോ പ്രവർത്തികളിൽ ജനങ്ങളെ കൊണ്ടു ചെന്ന് ചാടിപ്പിക്കാതെ അവരെ ഞാൻ സ്വതന്ത്രമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്ന ഈ ഉപദേശത്തിനും സുവിശേഷത്തിനേക്കാൾ
അതിനേക്കാൾ ഉപരി ഒരു ദൂതൻ ഇറങ്ങി വന്ന് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ കേൾക്കരുതെന്ന് വ്യക്തമായി അതിനകത്ത് പറയുകയാണ്. കാരണം ആ സഭയിലുള്ള ജനങ്ങളെ തെറ്റിക്കുന്നതിന് വേണ്ടി കൊലോസ്യ സഭ എഴുതാൻ കാരണവും അത് തന്നെയാണ്, ഗലാത്യ സഭ എഴുതാൻ കാരണം അത് തന്നെയാണ്. ഓരോ സഭയ്ക്കുള്ള ലേഖനങ്ങൾ എഴുതപ്പെടാൻ കാരണം ആ കാലഘട്ടത്തിൽ പല ദുരുപദേശകന്മാർ വന്ന് പല ഭക്തിയുടെ വേഷം ധരിച്ചവരായിട്ട് വന്ന് കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, വിശ്വാസത്താൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ജനം, വിശ്വാസത്താലാണ് നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. നമ്മൾക്കൊന്നും കണ്ടിട്ടില്ല, യേശുവിനെ നമ്മൾ കണ്ടിട്ടില്ല, സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ ക്രൂശീകരണം നമ്മൾ കണ്ടിട്ടില്ല, അബ്രഹാം അത് കണ്ടിട്ടില്ല. അബ്രഹാം വിശ്വസിച്ചു, ആ വിശ്വാസം നീതിയായി കണക്കിട്ടു. അതേപോലെ പുതിയ നിയമ വിശ്വാസികളായ നമ്മളെയും ദൈവം കാണുന്നത് ആ വിശ്വാസത്താൽ നമ്മൾ യേശുവിനെ കാണുന്നു, വിശ്വാസത്താൽ നമ്മൾ സ്വർഗീയ അനുഭവങ്ങളെ നമ്മൾ കരസ്ഥമാക്കുന്നു, വിശ്വാസത്താൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ പ്രാപിക്കുന്നു. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന ഒരു കമ്മ്യൂണിക്കേഷനാണ്, ആവശ്യങ്ങൾ നിരത്തുന്ന ഒരു കാര്യമല്ല. പലരും പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളുടെ ആവശ്യങ്ങൾ നിരത്തിവെക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ആവശ്യങ്ങൾ നിരത്തിവെക്കുന്ന ഒരു കാര്യമല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണമാണ്, ഒരു ബന്ധമാണ്, ഒരു റിലേഷൻഷിപ്പാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ പരസ്പരം കാണുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത് ഒരിക്കലും ഒരാളിനെ നമ്മൾ കാണുമ്പോൾ എനിക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ നിരത്തി വെക്കുന്നതാണോ സംഭാഷണം? അല്ല. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയെ കാണുമ്പോൾ സുഖമാണോ എന്ന് ചോദിക്കുക, ആ വ്യക്തി തിരിച്ച് നമ്മളോട് സുഖമാണോ എന്ന് ചോദിക്കുകയും ആ വ്യക്തിയുമായിട്ടുള്ള ആശയം നമ്മൾ വിനിമയം ചെയ്യുമ്പോൾ ആ പ്രൈസ് ദി ലോർഡ് അവിടെ ആവശ്യങ്ങളുടെ വലിയൊരു നീണ്ട നിരയല്ല അവിടെ വെളിപ്പെടുന്നത്. അതിനേക്കാൾ ഉപരിയായി പരസ്പരം സ്നേഹത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായ സ്നേഹ സംഭാഷണങ്ങൾ, അതാണ് ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്നേഹവും ആ ഒരാളിനെ കാണുമ്പോൾ തന്നെ ഉടനടി നമ്മുടെ വിഷയങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും പറയുന്ന ഒരു സംഭവത്തിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹ സംഭാഷണത്തിനകത്ത് നമ്മുടെ വിഷയങ്ങൾ അവിടെ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ അതൊരു ബ്ലെസ്സിംഗ് ആയി മാറും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരിക്കലും പലപ്പോഴും ഒരു 80% പേരും പ്രാർത്ഥിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ പറയുന്ന ഒരു ഹോൾസെയിലായിട്ട് നമ്മുടെ വിഷയങ്ങളൊക്കെ അങ്ങ് ചെന്ന് സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് നമ്മുടെ ഒരു സഞ്ചിയുമായിട്ട് ചെന്ന് നിന്ന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് സാധനം വാങ്ങിച്ചു കൊണ്ട് വരാനുള്ള ഒരു ഷോപ്പായിട്ട് സ്വർഗത്തെ അല്ലെങ്കിൽ ദൈവത്തെ കാണരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആ വചന വെളിപ്പാടിനകത്ത് നമ്മൾ കയറണം. നമുക്ക് വേണ്ടി മരത്തിന്മേൽ തൂങ്ങപ്പെട്ട കർത്താവായ യേശുക്രിസ്തു സ്വയം ശാപമായി തീർന്നു. സകല പാപങ്ങളെയും ശാപങ്ങളെയും വിലയ്ക്ക് വാങ്ങിയിട്ട് ദൈവം പറയുക, അവിടെ വചനം പറയുകയാണ്, അബ്രഹാമിന്റെ അനുഗ്രഹം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം ലഭിക്കത്തക്കവണ്ണം ഹല്ലേലൂയ വാഗ്ദത്തമാകുന്ന ആത്മാവ് നമ്മളിൽ വരുമ്പോൾ അബ്രഹാമിന്റെ സകല അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ച അബ്രഹാമിനെ ദൈവം നീതിമാനായി എണ്ണി. അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ജാതികൾ നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കൾ പോലും അബ്രഹാമിനെ അനുഗ്രഹിക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ വചനപ്രകാരം അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മളിൽ വരുമ്പോൾ ആ അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് അബ്രഹാമിന് അനുഭവിച്ചതുപോലെ അബ്രഹാം ജീവിച്ചതിനേക്കാൾ ഉപരിയായി നമ്മുടെ വ്യക്തിപര ജീവിതത്തിൽ ഈ പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ അതിനേക്കാൾ 1000 മടങ്ങ് നമ്മൾ പുത്രന്മാരും പുത്രിമാരുമായി അതിനേക്കാൾ 1000 മടങ്ങ് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹങ്ങൾ അബ്രഹാമിക് ബ്ലെസ്സിങ്സ് മാത്രമല്ല, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം കൂടെ പ്രാപിപ്പാൻ നമ്മൾ ഭാഗ്യം ചെയ്തവരായി. സ്വർഗീയ ഭാഷ നമ്മൾക്ക് ലഭിക്കാനിടയായി. നമുക്കിന്ന് മലയാളമോ ഇംഗ്ലീഷിലോ മറ്റുള്ള ഭാഷകളിലോ സംസാരിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവിനോട് സംസാരിപ്പാൻ, ദൈവത്തോട് സംസാരിപ്പാൻ, ആത്മാ നിറവ് നമ്മളിൽ വരുമ്പോൾ ദൈവത്തോട് സംഭാഷിക്കുവാൻ ഒരു ലാംഗ്വേജ് വരെ, ഒരു ഭാഷ വരെ ദൈവം നമ്മുടെ നാവിൽ തന്നിരിക്കുക.
എന്നിട്ട് ദൈവം പറയാ, നിങ്ങൾ ഈ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും, നിങ്ങൾ ഈ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുത്രന്മാർക്കും നമ്മൾ പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന പ്രവൃത്തികളിൽ ആശ്രയിച്ചുള്ള ക്രിസ്തീയ ജീവിതമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസത്താൽ നമ്മൾ ദൈവ മക്കളായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം ഇനി എല്ലാ ദിവസവും ഇറങ്ങി വന്ന് നിങ്ങൾ എൻ്റെ മക്കളാണ്, ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം, എഴുതപ്പെട്ട വചനം, അത് ഒരു ലോഗോസായി നമ്മുടെ കയ്യിൽ വരുന്നത് വചനം വായിക്കുമ്പോൾ ഒരു റേമയായി, ഒരു വെളിപ്പാടായി നമ്മുടെ അകത്ത് കത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ആകും. നമ്മൾ പറയും നമ്മൾ ശപിക്കപ്പെട്ടവരല്ല. അങ്ങനെ വചനം വെളിപ്പാടായി നമ്മുടെ അകത്ത് കത്തുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കും, നമ്മുടെ അകത്ത് ധൈര്യം വർദ്ധിക്കും, നമ്മുടെ അകത്ത് ഉറപ്പ് വർദ്ധിക്കും. നമുക്ക് ദൈവത്തിൻ്റെ കൂടെ ഓരോ ദിനവും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങും. നമ്മൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ബുദ്ധി അബലമാകും. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കത്തില്ല. അതിന് പകരം നമുക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിലും അത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ആ ദൈവത്തോട് സംസാരിക്കുന്നതായി മാറും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മനുഷ്യന്റെ ബുദ്ധി അബലമാക്കിയിട്ട് ആത്മാവിൽ ദൈവവുമായിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതാണ് അന്യഭാഷകളിൽ നമ്മൾ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പോലും അറിയാത്തത് നമുക്കെന്താണ് വ്യക്തമായിട്ട് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും, നമ്മൾ ഏത് നിലവാരത്തിൽ ദൈവത്തിനോട് സംസാരിക്കണം, ചോദിക്കണം, പ്രാർത്ഥിക്കണം, എങ്ങനെ നമുക്ക് ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം, ഒന്നും അറിയാതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ അതോടൊപ്പം അന്യഭാഷകൾ. നമ്മൾ ആത്മാവില് ദിനം രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവവചനം വായിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വചനത്തിലൂടെ നമുക്ക് വെളിപ്പാടുകൾ കൈമാറ്റം ചെയ്യുകയാണ്. ആ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം പറയുകയാണ്, നിങ്ങൾ മക്കളാണ്, നമ്മൾ അവകാശികളാണ്. നിങ്ങൾ വീണ്ടും മക്കളെ പോലെ പെരുമാറാതെ നിങ്ങൾ പക്വതയുള്ളവരായിട്ട് ചിന്തിക്കുക. ഇനിയും ദൈവം ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കാൻ, ഒരു ബ്രേക്ക് ത്രൂ തരാൻ വേണ്ടിയല്ല. ഓൾറെഡി എന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടോ അന്ന് മുതൽ നമ്മുടെ ലൈഫിൽ ബ്രേക്ക് ത്രൂ സ്റ്റാർട്ടായി, അനുഗ്രഹം സ്റ്റാർട്ടായി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലൈഫിൽ ഡെലിവറൻസുകൾ സംഭവിച്ചു കഴിഞ്ഞു, ബ്രേക്ക് ത്രൂകൾ സംഭവിച്ചു കഴിഞ്ഞു. കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാപ്തമാക്കാൻ സാധിക്കും? ആ വെളിപ്പാട് നമ്മുടെ അകത്ത് കത്താൻ തുടങ്ങണം. നമ്മൾ ആ വെളിപ്പാട് വിളിച്ചു പറയാൻ തുടങ്ങണം. നമ്മൾ അത് വിശ്വസിക്കാൻ തയ്യാറാകണം. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബോധ മനസ്സിൽ ഉപബോധ മനസ്സിലും ബോധ മനസ്സിനകത്തുമൊക്കെ ഇത് കയറണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, എൻ്റെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു, എൻ്റെ ജീവൻ യേശുക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കയില്ല, ഒരു ശത്രു എന്നെ തൊടുകയില്ല, ഒരു മന്ത്രവാദം എന്നെ തൊടുകയില്ല, ഒരു ആവിചാരം എന്നെ തൊടുകയില്ല, ഒരു രോഗത്തിനും എന്നെ ക്ഷീണിപ്പിക്കാൻ സാധിക്കത്തില്ല, ഒരു മരണം എന്നെ തൊടുകയില്ല, ഒരു പാതാളത്തിനും ഒരു മരണത്തിനും എന്നെ തൊടുവാൻ അധികാരമില്ല. ക്രിസ്തുവിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു, യേശുവിനോടുകൂടി ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാൻ യേശുവിനെ ധരിച്ചിരിക്കുന്നു. ഞാൻ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ സമൃദ്ധി പ്രാപിക്കും, ഞാൻ നന്മ പ്രാപിക്കും, ഞാൻ ദൈവരാജ്യം പ്രസംഗിക്കും, ഞാൻ ഇരുട്ടിൽ കിടക്കുന്ന ജനത്തെ വിടുവിക്കും, ഞാൻ മുഖാന്തരം ജാതികൾ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ബോധ മനസ്സിനകത്തൊക്കെ നമ്മൾ ബന്ധിക്കപ്പെട്ടവരാണ്, നമ്മൾ ശപിക്കപ്പെട്ടവരാണ്, നമ്മൾ രോഗിയാണ്, നമ്മളല്ലെങ്കിൽ നമ്മൾ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കെട്ട് പൊട്ടിയിട്ടില്ല, എന്തൊക്കെയോ ശാപം നമ്മുടെ പുറകിലുണ്ട്, എന്തൊക്കെയോ വിഷയങ്ങൾ നമ്മളെ പിന്തുടരുകയാണ്. എന്താണ് എനിക്ക് സംഭവിച്ചത്? എനിക്കൊരു മാറ്റം സംഭവിക്കുമോ? എൻ്റെ ഭാവി എന്തായി? ഇങ്ങനെയുള്ള ആകുല ചിന്തകൾ, ടെൻഷൻ, വറി, സ്ട്രെസ്സുകളെല്ലാം നമ്മുടെ ഉള്ളിലെ അനാവശ്യമായ ഉത്കണ്ഠകളും സംശയങ്ങളും സംശയരോഗങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സംശയം. ദൈവത്തെ സംശയിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സംശയിക്കുക, ദൈവം ക്രൂശിൽ ചെയ്തതായ കാര്യങ്ങളിൽ ഉറപ്പില്ലാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത് ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. നമ്മളെ വിളിച്ചവൻ നമ്മുടെ തലമുറയെ നടത്തും. ഇന്ന് പ്രഭാതത്തിൽ ഒരു സഹോദരി വിളിച്ചു, വിദേശത്ത് വിളിച്ച്
എപ്പോൾ വിളിച്ചാലും അവരുടെ മകനെ ഓർത്ത് ഭയങ്കരമായി നിലവിളിച്ച് കരയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എന്നെ വിളിച്ചതിന് ശേഷം വേറൊരു ദേവദാസനെ വിളിക്കും, അദ്ദേഹത്തെ വിളിച്ചതിന് ശേഷം മറ്റൊരു ദേവദാസനെ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം എത്ര വർഷമായി കർത്താവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടവരാണ്, എത്ര വർഷങ്ങളായി കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരാണ്. വചനം കേൾവിക്ക് കുറവില്ല, പ്രാർത്ഥനയ്ക്ക് കുറവുണ്ട്, ഇല്ല. ദൈവരാജ്യത്തിനൊക്കെ കൊടുക്കും, അതെല്ലാം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു പ്രശ്നം, ഇതുവരെ ആയിട്ടും കർത്താവിൻ്റെ വചനത്തിലും കർത്താവിലുമുള്ള ഉറപ്പും ധൈര്യവും വന്നിട്ടില്ല. സ്തോത്രം. അവരോട് പ്രകാരം പറഞ്ഞു, നിങ്ങളുടെ മകൻ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം ഗിഫ്റ്റായിട്ട് തന്നതാണ്. നമ്മൾ ശിശുക്കളെ പോലെ പെരുമാറരുത്. നമ്മൾ ദൈവസന്നിധിയിൽ ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ച നമുക്ക് ആവശ്യമാണ്. വളർച്ച നമ്മൾ പ്രാപിക്കുമ്പോൾ സില്ലിയായ കാര്യങ്ങളിൽ വറിയാകത്തില്ല. അങ്ങനെയുള്ളവർ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ബലപ്പെടുമ്പോൾ, ദൈവവചനം രാപകൽ ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് വിഷയം വന്നാലും ആദ്യം ഒരു പരിഹാരമായി വരുന്നത് വചനമായിരിക്കും. ഒരു രോഗം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, നമ്മൾ ഒരു ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഷുഗർ രോഗത്താലോ എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കാണുകയാണെങ്കിൽ, ഒരു തൈറോയിഡിൻ്റെ രോഗം വന്നെന്ന് വെച്ചോ, ഒരു പ്രാവശ്യം എനിക്ക് ഒരു തൈറോയിഡിൻ്റെ ഒരു സംഭവം ഉണ്ടായി. ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ ശ്വാസം മുട്ടി പെട്ടെന്ന് എനിക്ക് പ്രസംഗിക്കാൻ പറ്റാതെ വളരെ ഭാരപ്പെട്ട തിരുവല്ലയിൽ വെച്ച് ഒരു ഡോക്ടറെ ചെന്ന് ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലൈഫ് ലോങ് നീ മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞു. ഒരിക്കൽ സ്റ്റെപ്പ് കയറാൻ വയ്യ, ഭയങ്കരമായ അസ്വസ്ഥതയായി. തൈറോയ്ഡാണ്, അത് കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു, അത് ഒരിക്കലും മാറത്തില്ല, ജീവിതകാലം മുഴുവനും ഈ മെഡിസിൻ കഴിക്കണം. ഞാൻ ഏകദേശം 10, 12, 15ഓളം ദിവസം ഈ മെഡിസിൻ ഉപയോഗിച്ചു. ഒരു ദിവസം വളരെ ഭാരത്തോടെ ഈ വിഷയത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം എടുത്ത് വായിച്ചപ്പോൾ, യേശു കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വചനം വിളിച്ചു പറയാൻ തുടങ്ങി. വചനം വിളിച്ചു പറഞ്ഞ, നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ എന്നിൽ ഉദിച്ചിരിക്കുന്നു, യേശു കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, തിരുവത്താഴം ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ. ആ ഞായറാഴ്ച ദിവസത്തെ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ആ ശുശ്രൂഷയിൽ വളരെ ദൈവഭയത്തോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ വചന വെളിപ്പാട് അകത്ത് കയറി ആ വചനം വിളിച്ചു പറഞ്ഞ് ആ ശുശ്രൂഷ കഴിഞ്ഞ് വെളിയിലിറങ്ങി. പിറ്റേ ദിവസം പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു രോഗം എൻ്റെ പേരില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ ഭയപ്പെടുത്താൻ വന്ന വാക്കുകൾ, സാഹചര്യങ്ങളും വ്യക്തികളും ജീവിതങ്ങളും, നമുക്ക് രോഗമുണ്ട്, ഒരു വിഷയമുണ്ട്, ശാരീരികമായി ക്ഷീണിച്ചിരിക്കുന്നു, ബലഹീനപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഷുഗർ ഒന്ന് കൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ തൈറോയ്ഡാണ്, അല്ലെങ്കിൽ ഇന്ന ഒരു രോഗത്തിൻ്റെ വിഷയമാണെന്ന് പറഞ്ഞാൽ നേഴ്സന്മാർ, ഡോക്ടേഴ്സ്, ബന്ധുക്കൾ എല്ലാവരും പറയും, ഇപ്പോൾ നിന്റെ കാര്യം തീരാൻ പോവുകയാണ്, ഇനി രക്ഷയില്ല. എല്ലാവരും പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തി വരുമാക്കും. പക്ഷെ അവരാരും വചനം പറയത്തില്ല. അവരാരും യേശു നിന്റെ കൂടെ ഉണ്ട്, കർത്താവ് നിന്റെ ഉള്ളിലുണ്ട്, നിനക്ക് ഒരു ദോഷവും വരത്തില്ല, ദൈവത്തിൽ ആശ്രയിച്ചാൽ ജീവനോടുകൂടി നീ ഇരിക്കും, ദൈവം ദീർഘായുസ് തന്ന് നിന്നെ തൃപ്തി വരുത്തുന്ന ദൈവമാണ്, ദൈവത്തിന് നിന്നെക്കുറിച്ച് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്, വാഗ്ദത്തമുള്ള വ്യക്തിയാണ് നീ ഒരിക്കലും ഈ രോഗം മുഖാന്തരം നിനക്കൊരു ദോഷം വരത്തില്ല എന്ന് പറയാൻ ഇപ്പോഴും ദൈവമക്കൾക്ക് പോലും, വിശ്വാസികളാണെങ്കിൽ പോലും, അവരുടെ മുമ്പിൽ പോയാൽ പോലും അവരാരും അത് പറയുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും നമ്മളോട് പറയുന്നത്, നമ്മളെ ഉപദേശിക്കുന്നത് ലോകപരമായ കാര്യങ്ങളിലാണ്, ദൈവവചനം പറഞ്ഞല്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യമുണ്ടാകത്തില്ല, ഉറപ്പുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ അകത്ത് ദൈവം രാപകൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നല്ലൊരു വർഷിപ്പറായിരുന്നു ദാവീദ്. ആ ദാവീദ് ദൈവത്തെ ആത്മാവിലും സത്യത്തിൽ ആരാധിച്ച് ധൈര്യമുള്ളവനായിരുന്നു, ഉറപ്പുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് കുലുങ്ങിപ്പോകാത്തത്. അതുപോലെ തന്നെ യോശുവ ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവത്തിനെ രാപകൽ ധ്യാനിക്കുന്ന വ്യക്തിയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടു മാറാത്തവനാണ്. ആ യോശുവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഉറപ്പ്, ധൈര്യമുണ്ട്. മോശയ്ക്ക് ശേഷം ദൈവം യോശുവയെ തിരഞ്ഞെടുക്കുകയാണ്. ഈ ഇസ്രായേൽ ജനത്തെ, ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തെയും കൊണ്ട് വാഗ്ദത്ത ദേശം കാണാൻ പോവുകയാണ്, അത് അവകാശമാക്കാൻ പോവുകയാണ്.
യോശുവയാണ് ഈ ദേശത്തെ അവകാശമായി വിഭാഗിച്ചു കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് പോലും ഈ ദേശത്തെക്കുറിച്ച് കേട്ടുകേൾവിയുണ്ട്. മോശ ഒരു പ്രാവശ്യം ദൈവം ഒന്ന് കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വളരെ ദൂരെ നിന്ന് കാണിച്ചു കൊടുത്തു. ആ ദേശം കൈവശമാക്കാൻ മോശയ്ക്ക് പറ്റിയില്ല. അത് കേൾക്കാൻ പറ്റി, ദൂരെ നിന്ന് കാണാൻ പറ്റി, പക്ഷേ ആ ദേശത്ത് കാല് ചവിട്ടാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്, ദൈവമായിട്ട് ബന്ധമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ മോശയ്ക്ക് ആ ദേശത്തിൽ അവകാശം പ്രാപിക്കാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യോശുവ, ദൈവ സാന്നിധ്യം വിട്ടുമാറാതെ നടന്ന യോശുവ, സ്തോത്രം, ആ യോശുവയോട് ദൈവം പറഞ്ഞു, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. അപ്പോൾ ഇതിന്റെ അർത്ഥം, അവകാശം പ്രാപിക്കണമെങ്കിൽ, നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമെങ്കിൽ, ആ പ്രോമിസ് ലാൻഡിൽ കാല് ചവിട്ടണമെങ്കിൽ, വാഗ്ദത്ത ദേശം കാണണമെങ്കിൽ, അത് അനുഭവിക്കണമെങ്കിൽ, ദൈവം വാഗ്ദത്തം പറഞ്ഞ 12 ഗോത്രങ്ങൾ, ആ 12 ഗോത്രങ്ങൾക്കും ദൈവം പറഞ്ഞതുപോലെ അവകാശം കൊടുത്തു എന്നാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നിങ്ങളോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് നിവർത്തീകരിച്ചിരിക്കും. ഒരു വ്യക്തിക്ക് പോലും കൊടുക്കാതിരുന്നു, എല്ലാവർക്കും അവകാശം വിഭാഗിച്ചു കൊടുക്കാനിടയായി. ആ യോശുവയോട് ദൈവം പറയുന്നു, നീ ആ ദേശം കാണണമെങ്കിൽ, അത് കാല് ചവിട്ടണമെങ്കിൽ, അവകാശം പ്രാപിക്കണമെങ്കിൽ, ഒന്നാമത് നിനക്ക് ഉറപ്പുണ്ടാകണം. ആരിലുള്ള ഉറപ്പ്? എൻ്റെ കൂടെ ജീവിക്കുന്ന ദൈവം ഉണ്ടെന്നൊരു ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് നിനക്കൊരു ധൈര്യമുണ്ടായിരിക്കണം. ആ ധൈര്യവും ഉറപ്പും നമ്മുടെ ഉള്ളിൽ, യേശു എൻ്റെ കൂടെ ഉണ്ട്, ജീവിക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കർത്താവ് മരിച്ചിട്ടില്ല, എന്നിൽ ജീവിക്കുന്നു, എന്നെ ജീവിപ്പിക്കുന്നവനാണ് ഈ ദൈവം, ഈ ദൈവം എന്നെ അത്ഭുതങ്ങളിലൂടെ നടത്തും എന്ന ഉറപ്പും ധൈര്യവും. എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും ഞാൻ പതറിപ്പോകത്തില്ലെന്ന ഉറപ്പും ധൈര്യവും നമ്മുടെ അകത്ത് എപ്പോൾ വരുന്നുവോ അപ്പോഴാണ് നമുക്ക് അവകാശങ്ങൾ പ്രാപിക്കാൻ പറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏത് പ്രതിസന്ധിയിലും നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം, അയ്യോ ഭാവിയെക്കുറിച്ചുള്ള ആകുലതയല്ല നമുക്ക് വേണ്ടത്, ഞാൻ അനുഗ്രഹം പ്രാപിക്കും, ഞാൻ വലിയൊരു കൊള്ള പങ്കിടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സഭ ഇതുപോലെ ശൂന്യമായി കിടക്കത്തില്ല. ഈ സഭയിൽ ജനങ്ങൾ വരും, ഈ സഭയിൽ ആടുകളെ കൊണ്ട് ദൈവം നിറയ്ക്കും. ഇവിടെ ഇപ്പോഴുള്ളതിനേക്കാൾ 1000 മടങ്ങ് ദൈവം ആത്മാക്കളെ തരും. എന്നും എപ്പോഴും ഞാൻ ഇങ്ങനെ ഇരിക്കത്തില്ല. എൻ്റെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അത് വെളിപ്പെടുക തന്നെ ചെയ്യും, ഞാൻ പുറത്തു വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അദ്ദേഹത്തിന്റെ ആ ധൈര്യം, ഉറപ്പ്, അതിനു മുമ്പ് ആ ധൈര്യമോ ഉറപ്പോ പത്രോസിനില്ല. ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ ഒരു വലിയ ഹിസ്റ്ററി ഉള്ള ഒരു വ്യക്തിയാണ്. ചാഞ്ഞ ഓട എന്നാണ് അദ്ദേഹത്തിനെ പറയുന്നത്. എപ്പോ വേണമെങ്കിലും ചാഞ്ഞു പോകുന്ന, ഉറപ്പില്ലാത്ത, ധൈര്യമില്ലാത്ത ഒരു വ്യക്തിയായി പത്രോസ് ജീവിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്റെ മേൽ വന്നതിന് ശേഷം താൻ ഉറപ്പും ധൈര്യമുള്ളവനായി എഴുന്നേറ്റ് ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ നേടി. ആ പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാണ്. കാരാഗ്രഹത്തിനകത്ത് കിടന്ന വ്യക്തിയുടെ ഉറപ്പും ധൈര്യവും ഉള്ളിൽ ഉണ്ട് എന്നതിന്റെ തെളിവാണ് അദ്ദേഹം പീസ്ഫുള്ളായി കിടന്നുറങ്ങുകയാണ്. നമുക്ക് ആർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. കാരണം നാളെ പ്രഭാതത്തിൽ ഒരുപക്ഷെ കൊല ചെയ്യപ്പെടാം. യാക്കോബിനെ കൊന്നു, പത്രോസിനെ പിടിച്ചിട്ടിരിക്കുകയാണ്. പത്രോസിനെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. നാളെ ഒരു കൊലപാതകം അരങ്ങേറും, അല്ലെങ്കിൽ തൻ്റെ തല വെട്ടിയെടുക്കാം. തനിക്ക് ചുറ്റും നിൽക്കുന്ന ഈ ഭടന്മാരെ കാണുമ്പോൾ തന്നെ നമ്മളെപ്പോലെയുള്ളവരാണെങ്കിൽ പെട്ടെന്ന് പേടിച്ച് ഭയപ്പെടും. കാരണം ആ സൈന്യം നിൽക്കുകയാണ്, ചുറ്റും സൈന്യം വളഞ്ഞു നിൽക്കുന്നു. ഒരു കാരാഗ്രഹത്തിനകത്ത് താൻ ഒറ്റയ്ക്കായിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട് നാളെ ഞാൻ മരിക്കപ്പെടും, കൊല്ലപ്പെടും എന്നുള്ള ചിന്ത മുഖാന്തരം താൻ പരിഭ്രാന്തനായി നടക്കേണ്ട സാഹചര്യത്തിൽ പത്രോസ് ധൈര്യപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം കാണാം. ഭയങ്കരമായൊരു ധൈര്യം, അസാധാരണമായൊരു ധൈര്യം. ആ ഉറപ്പും ധൈര്യവും പത്രോസിന്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് വളരെ പീസ്ഫുള്ളായി പത്രോസ് കിടക്കുകയാണ്. പുറത്ത് കാവൽ നിൽക്കുന്ന ആ സൈന്യത്തെയോ നാളത്തെ മരണത്തെയോ പത്രോസിന് ഭയമില്ല. കാരണം അത്രയ്ക്ക് ഉറപ്പ് ക്രിസ്തുവിലുണ്ട്. ഈ ഭൂമിയിലുള്ള പൗരത്വമല്ല എനിക്കുള്ളത്, എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഞാൻ സ്വർഗീയ പൗരത്വമുള്ളവനാണ്. ഇവർക്ക് എൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ, എൻ്റെ ആത്മാവിനെ തൊടാൻ ഇവർക്ക് ഒരിക്കലും സാധിക്കത്തില്ല.
അതിൻ്റെ അവകാശി ദൈവമാണ്. ഈ ഭൂമിയിൽ പട്ടിണി വന്നാലും കാരാഗ്രഹം വന്നാലും എന്ത് വന്നാലും അതിനൊരു പരിധിയുണ്ട്. എൻ്റെ ആത്മാവിനെ ഇവർക്ക് ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. എൻ്റെ ആത്മാവിനെ ഇവർക്ക് പിടിച്ചു വെക്കാൻ സാധിക്കത്തില്ല. എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ ഇവർക്ക് സാധിക്കത്തില്ല എന്ന വെളിപ്പാട് ഈ ഭൂമിയിലുള്ള ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു ഭക്തന്റെ ഒരു ക്രിസ്തീയ ജീവിതം എന്നുള്ള വെളിപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാണുന്ന ഈ കാരാഗ്രഹത്തിന് എന്നെ ഒരിക്കലും പൂട്ടിയിടാൻ സാധിക്കത്തില്ല. ഈ രാജ്യം ഭരിക്കുന്ന ഈ രാജാവിന് ഒരുപക്ഷെ എൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ പറ്റും. എന്നാൽ ആ ശരീരത്തെ വരെ ട്രാൻസ്ഫോം ചെയ്ത് ദൈവത്തിന്റെ വിളി വരുമ്പോൾ ഈ ശരീരം വരെ ഉയർത്തെഴുന്നേൽക്കുമെന്ന വെളിപ്പാട് പത്രോസിന്റെ അകത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വെളിപ്പാടാണ് തൻ്റെ അകത്ത് വിശ്വാസമായി പരിണമിച്ച് അത് ധൈര്യമായി വെളിപ്പെട്ടത്. ആ ധൈര്യത്തിലാണ് പത്രോസ് അതിനകത്ത് കിടന്നുറങ്ങുന്നത്. അങ്ങനെ കിടന്നുറങ്ങിയ ധൈര്യത്തോടെ ഉറപ്പോടെ പീസ്ഫുള്ളായി പ്രതികൂലത്തിന്റെ അകത്ത് കാരാഗ്രഹത്തിനകത്ത് പത്രോസിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുന്ന കൊട്ടാരത്തിനകത്തുള്ള സകല രാജാക്കന്മാരും സൈന്യങ്ങൾക്കും ഉറക്കമില്ലാതെ വെളിയിൽ ദൈവമക്കൾ ഉറക്കമില്ലാതെ പ്രാർത്ഥിക്കുമ്പോഴും അപ്പോസ്തലനായ പത്രോസ് ധൈര്യത്തോടെ ഉറപ്പോടെ ചങ്കൂറ്റത്തോടെ പീസ്ഫുള്ളായി അതിനകത്ത് കിടക്കുന്നത് ഒരു സാധാരണ വിഷയമല്ല. ആ ഒരു ധൈര്യത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കണം. അങ്ങനെ കിടന്നുറങ്ങിയ പത്രോസ് കാണുന്നത് തൻ്റെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾ തുറക്കുന്നതാണ്, സ്വതവേ തുറക്കുന്നത്. തനിക്ക് കാണാം ചങ്ങല കെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ. പക്ഷേ ആ ചങ്ങല കെട്ടിയിട്ടപ്പെട്ട അവസ്ഥയിൽ പോലും പത്രോസിന് ഭയമില്ല. എന്നാൽ പത്രോസിന്റെ അകത്ത് വ്യാപരിച്ച വെളിപ്പാടും വിശ്വാസവും ധൈര്യവും ചങ്ങലകളെ പൊട്ടിച്ചു കളഞ്ഞു. സ്വർഗം തുറക്കപ്പെടാനിടയായി. സ്വർഗം തുറന്ന് ദൂതന്മാർ ഇറങ്ങി കാരാഗ്രഹ ബന്ധനങ്ങൾ അഴിഞ്ഞു. ഒന്നാം വാതിലും രണ്ടാം വാതിലുകളും തകർന്നു. തന്റെ ചങ്ങലകൾ പൊട്ടിമാറി, തന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു. അടുത്തൊരു സീസൺ തനിക്ക് വേണ്ടി തുറക്കപ്പെട്ടു. ഒരു മേജർ ഷിഫ്റ്റിംഗ് തനിക്കായി വെളിപ്പെട്ടു. താൻ നഗരത്തിന് പുറത്തു വന്നു. താൻ വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ നിഴലടിച്ച് രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. തന്നിലൂടെ മരിച്ചവർ എഴുന്നേറ്റു. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. അധികാരത്തോടെ ശക്തിയോടെ ശുശ്രൂഷ ചെയ്യാനിടയായി. ആയിരങ്ങളെ പതിനായിരങ്ങളെ നേടുവാനിടയായി. അടുത്തൊരു സീസണിലോട്ട് തന്നെ കൊണ്ടുപോയി ദൈവം. ഹല്ലേലൂയ. എന്താ അതിന് കാരണം? ആ ഉറപ്പും ധൈര്യവും. ആ ഒരു വലിയ ധൈര്യം, ഒരു ഉറപ്പ്. ഇന്നുകൊണ്ട് രോഗം അവസാനിക്കത്തില്ല. ഇതൊന്നും കണ്ടുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഇന്നത്തെ ക്ഷാമം, ഇന്നത്തെ ഈ മഹാവ്യാധികൾ, ഇതൊന്നും നമ്മളെ പിടികൂടേണ്ട കാര്യമില്ല. ദൈവമക്കൾക്ക് ഇതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ട് പരിഭ്രമിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. അയ്യോ ഇതെല്ലാം പിടിപെട്ടു, നാളെ ഇനി എങ്ങനെ ജീവിക്കും? നാളെ എൻ്റെ ജോലി എന്തായി തീരും? എൻ്റെ തലമുറയുടെ വിഷയം എന്തായി തീരും? എന്തിനാ പരിഭ്രമിക്കുന്നത്? നിന്റെ തലമുറ നിന്റെതല്ലാതെ ദൈവത്തിന്റെ ദാനമാണ്. നീ ഇന്ന് ക്രിസ്തുവിനുള്ളവനാണ്. നീ മരിച്ചു, ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നീ നിനക്കുള്ളവനല്ല. ഇപ്പോൾ നീയല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് നിങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ വെളിപ്പാട് നമ്മുടെ അകത്ത് വരുമ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പ്ലാനിനും പദ്ധതിക്കും വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരം എനിക്കുള്ളതല്ല. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട് ഈ ശരീരത്തെ ദൈവം നശിപ്പിക്കാൻ ഏൽപ്പിക്കുകയില്ല. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിക്ക് വേണ്ടി ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം എനിക്ക് വേണ്ടി പ്രൊവിഷൻ ഒരുക്കും. ആ വലിയ ധൈര്യം പത്രോസിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം എനിക്ക് വേണ്ടി ദൂതനെ ഇറക്കും. ഈ കാരാഗ്രഹത്തിനകത്ത് എന്നെ പൂട്ടിയിടാൻ പറ്റത്തില്ലെന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ണുകൊണ്ട് കണ്ട് ആ പത്രോസ് നോക്കി നിൽക്കെ ആകാശത്തിൽ മറഞ്ഞുപോയ, അതിനുശേഷം ആത്മാവെന്ന ശക്തി തന്റെ മേൽ ഇറങ്ങി വന്ന് താൻ പ്രസംഗിച്ചപ്പോൾ ആയിരങ്ങൾ രക്ഷിക്കപ്പെടുന്നത് കണ്ട പത്രോസിന് ഉറപ്പുണ്ടായി, ഇതൊരു സാധാരണ ഒരു ജീവിതമല്ല, ഇതൊരു സൂപ്പർ നാച്ചുറൽ ലൈഫാണ്. ഇതിനകത്ത് ഒരു കാര്യം മാത്രം മതി, ക്രിസ്തു എന്റെ കൂടെ ഉണ്ടെന്നൊരു ഉറപ്പുണ്ടായാൽ എനിക്ക് മതി. ഒരു ധൈര്യത്തോടെ സുവിശേഷം പറയാനുള്ള ധൈര്യം ഉണ്ടായാൽ മതി. സത്യ സുവിശേഷം നമ്മൾ പറയുന്നത് ഗുഡ് ന്യൂസ് ആണ്. സുവിശേഷം നല്ല വർത്തമാനമാണ് നമ്മൾ പറയുന്നത്. യേശു രക്ഷകനാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കുന്ന നിങ്ങളെ വിടുവിപ്പാൻ യേശു ഈ ഭൂമിയിൽ വന്നു. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഇരുട്ടും നിങ്ങളെ മൂടുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഒരു വശത്ത് 1000 പേരും മറുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ അത് നിന്നോട് അടുത്തു വരികയില്ല. മരണം നിന്നെ തൊടുകയില്ല. ഹല്ലേലൂയ. പാതാളം
നിന്നെ തൊടുകയില്ല, ഒരു ശാപം നിന്നെ തൊടുകയില്ല. കാരണം യേശു ക്രിസ്തുവിൽ നീ പുതുതായി ജനിച്ചിരിക്കുന്നു. കെടുന്ന ബീജത്താൽ അല്ല നീ ജനിച്ചിരിക്കുന്നത്, കെടാത്ത ബീജത്താൽ എന്റെ ദൈവം നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ അപ്പന്റെയും അമ്മയുടെയും മക്കളായി നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു, പക്ഷെ അത് കെടുന്ന ബീജത്താലാണ്. അവിടെയാണ് മരണം വരുന്നത്. പാപം മുഖാന്തരം മരണമുണ്ടാകുന്നു. എന്നാൽ ആത്മാവിൽ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്ന നമുക്ക് കെടാത്ത ബീജമായ ക്രിസ്തുവിന്റെ ബീജത്താൽ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ചിരിക്കുന്ന നമ്മുടെ അകത്തുനിന്ന് വ്യാപരിക്കുന്നത് കെടുന്ന ബീജമല്ല, കെടാത്ത ബീജം. മരണമില്ല, ശാപമില്ല, രോഗമില്ല, അതിക്രമങ്ങളും ലംഘനങ്ങളും അകൃത്യങ്ങളും സകലതും മോചിപ്പിക്കപ്പെട്ടു. നിന്റെ സകല പാപങ്ങളും ഹിമം പോലെ വെളുപ്പിക്കപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീ സ്വതന്ത്രമാക്കപ്പെട്ടു. ആ രക്തം നിന്നെ കഴുകി ശുദ്ധീകരിച്ചിരിക്കുന്നു. ആ രക്തം നിന്നെ നീതിമാനെന്ന് വിളിക്കുന്നു, വിശുദ്ധനെന്ന് വിളിക്കുന്നു. നിന്നെ പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നു, നിന്നെ മറ്റൊരു രാജ്യത്തിലാക്കിയിരിക്കുന്നു. ആ രാജ്യം മാനുഷികമല്ല, അത് ആത്മീകമാണ്. ഇവിടെ നീ സൂപ്പർ നാച്ചുറൽ ലൈഫ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ദിനം പ്രതി ബ്ലെസ്സിങ്ങിൽ ജീവിക്കുന്ന വ്യക്തി, ദിനം പ്രതി അനുഗ്രഹത്തിൽ ജീവിക്കുന്ന വ്യക്തി, ദിനം പ്രതി അത്ഭുതങ്ങളെ ചെയ്യുന്ന വ്യക്തി, അത്ഭുതം കാണുന്ന വ്യക്തി. നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നത് സംഭവിക്കപ്പെടും. അതുകൊണ്ട് നമുക്ക് പീസ് ഉണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്ത് മറ്റുള്ളവർ പരിഭ്രമിക്കുമ്പോൾ, ടെൻഷൻ അടിക്കുമ്പോൾ, എന്തെങ്കിലും നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ആരെങ്കിലും നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ, നമ്മളെ കൈവിടുമ്പോൾ, മനുഷ്യൻ നമ്മളോട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ നിൽക്കണമെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ മാറണം. പുതിയ സൃഷ്ടിക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. പത്രോസ് പുതിയ സൃഷ്ടിയായപ്പോൾ, ഹല്ലേലൂയ, നമുക്കറിയാം വചനത്തിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാര് അവരുടെ ഉള്ളിലുണ്ടായ ധൈര്യവും ഉറപ്പും കാരണം അവരെ തീക്കകത്ത് ഇടാൻ പോകുന്ന സമയത്ത് അവർക്കൊരു കുലുക്കമില്ല. അതെന്തൊരു ധൈര്യമാണ്! ആ ധൈര്യം എങ്ങനെയാണ് അവരുടെ ഉള്ളിൽ വന്നത്? അവർ മഹത്വവും മഹിമയും കണ്ട ദൈവത്തിൻ്റെ മക്കളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവർ ഓരോ ദിവസവും ദിനം പ്രതി ദൈവത്തിനെ ധ്യാനിച്ച്, വചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ വചനം ജഡമായി അവതരിച്ച ക്രിസ്തു അവരുടെ അകത്ത് വ്യാപരിച്ച് ആ ശരീരത്തിനും മനസ്സിനും വരെ മാറ്റമുണ്ടായി. അവർ ദിവ്യ ശക്തിയുള്ളവരവർ മാറിയപ്പോൾ അവരുടെ ചിന്താഗതികൾ മാറി. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾ ഈ ഭൂമിയിൽ എന്നും ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയല്ല, ഈ ഭൂമിയിലുള്ളതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾക്ക് വലുത് ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന ഈ ദൈവം. ഞങ്ങളിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ ഈ ശരീരം ദൈവത്തിന് ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇത് എനിക്കുള്ളതല്ല. നമ്മളെപ്പോഴാണ് വിഷമം, ഒരുപാട് ഭാരപ്പെടുകയും വിഷമിക്കുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നത്? നമ്മുടെ ഈ ശരീരം നമുക്കുള്ളതാണെന്നുള്ള ചിന്ത ഉള്ളപ്പോഴാണ്. നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം നമ്മൾ അനുഭവിക്കുന്നു. നമ്മുടെ ഈ ശരീരം നമുക്കുള്ളതാണ്. നമ്മുടെ ലൈഫ്, നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്നതും ആസ്വദിക്കുന്നതും ഇതിലൊക്കെ ഈ ജഡീകമായി, ഇത് സെൽഫിഷായി, സ്വാർത്ഥതയുള്ളവരായി, ഇതെല്ലാം എനിക്ക്, ഞാൻ എന്ന ചിന്താഗതി നമ്മളിലുള്ളപ്പോൾ നമുക്കത് വേദനയായി, വിഷമമായി മാറുന്നു. എപ്പോഴാണ് വിഷമം വരുന്നത്? എപ്പോഴാണ് വേദനകൾ ഉണ്ടാകുന്നത്? പൊസസീവ്നെസ്സായി മാറുമ്പോൾ, സെൽഫിഷായി മാറുമ്പോൾ, നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും, സ്വയം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, സോൾട്ടൈ ഉണ്ടാകുമ്പോൾ, അതായത് നമ്മുടെ മാനുഷിക ആത്മാവിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകും, വിഷമമുണ്ടാകും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അവരെന്നെ സ്നേഹിക്കുന്നില്ല. നമ്മൾ മാനുഷിക ആത്മാവിൽ മാനുഷികമായി മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ, മാനുഷികമായി പലതും പലരിൽ നിന്നും പ്രതീക്ഷിക്കുമ്പോൾ, നമുക്ക് ആരെങ്കിലും സഹായം ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകും. നമ്മളെ ആരെങ്കിലും വിളിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകും. നമ്മളൊരു സഹായം ചോദിച്ചു അവർ തന്നില്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകും. നമുക്ക് ഭക്ഷണം കിട്ടാതാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ കടബാധ്യതകൾ ഉണ്ടാകുമ്പോൾ, പല വിഷയങ്ങൾ വരുമ്പോൾ, മാനുഷികമായി നമ്മൾ ഒരുപാട് നമ്മളെ ഈ ജഡത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് വിഷമം, ദുഃഖം അധികമായി അധികരിക്കാനിടയാകും. എന്നാൽ നമ്മൾ എപ്പോഴാണ് ആത്മാവിൽ ചിന്തിക്കാൻ തുടങ്ങുന്നത്, നമ്മുടെ മാനുഷിക ദുഃഖങ്ങളെല്ലാം മാറുവാനിടയാകും.
ഈ ഭൂമിയിലെ സകല ദുഃഖങ്ങളും മാറണമെങ്കിൽ നമ്മൾ ആത്മാവിൽ ചിന്തിക്കാൻ തുടങ്ങണം. ആത്മാവിൽ വ്യക്തികളെ കാണാൻ തുടങ്ങണം. ആത്മാവിൽ നമ്മൾ കർത്താവിൽ നമ്മൾ പുതിയ സൃഷ്ടികളാണ് എന്ന കാര്യം മനസ്സിലാക്കി ഈ ലോകത്തിലുള്ള ജഡികമായ സ്നേഹങ്ങളും മാനുഷിക ബന്ധങ്ങളും ഒക്കെ അതിനൊക്കെ ഒരു അല്പായുസേ ഉള്ളൂ. അവർക്കാർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന വെളിപ്പാട് നമുക്കുണ്ടാകണം. നമുക്കൊരു രക്ഷകനേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ യേശുവിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കർത്താവ് അൺകണ്ടീഷണൽ ലവ്. ഒരു കണ്ടീഷൻ ഇല്ലാതെ സ്നേഹം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തെ സകല മനുഷ്യരും നമ്മൾ വിളിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമമുണ്ടാകും. അവർ വിളിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകും. നമ്മൾ അവരെ സ്നേഹിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമമുണ്ടാകും. അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമമുണ്ടാകും. നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തില്ലെങ്കിൽ അവർക്ക് വിഷമമുണ്ടാകും. അപ്പനും അമ്മയും മക്കളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിഷമമുണ്ടാകും. ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകും. മക്കളിൽ നിന്ന് ലഭിക്കേണ്ടതായ പരിഗണന കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകും. ഒരു പാസ്റ്ററിൽ നിന്ന് ലഭിക്കേണ്ടതായ പരിഗണനയോ വിളിയോ സ്നേഹമോ കരുതൽ അത് നമുക്ക് വിഷമമുണ്ടാകും. ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. മനുഷ്യനെ ഒന്നാമതായി കാണുന്നു. ഇന്നുവരെയും നമ്മൾ വാക്കുകൊണ്ട് പറയുന്നു നമ്മൾ യേശുവിനെ ഒന്നാമതായി കാണുന്നു, യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ എപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ നമ്മളെ ഭയം വിട്ടുമാറാനിടയാകും. ലോകത്തിലുള്ള സകല ഭയങ്ങളും സകല സംശയങ്ങളും സകല ടെൻഷനുകളും എല്ലാ ഉത്കണ്ഠകളും സകലതും നമ്മളെ വിട്ടുമാറി, സകല ദുഃഖങ്ങളും നമ്മളെ വിട്ടുമാറി നമ്മൾ പീസ്ഫുള്ളായി ജീവിക്കണമെങ്കിൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ സ്നേഹം, ആ സ്നേഹം, ആ ഭീരുത്വത്തിന്റെ ആത്മാവ് നമ്മളെ വിട്ടുമാറും. ധൈര്യത്തിന്റെ ആത്മാവ് നമ്മളുടെ അകത്ത് വരണമെങ്കിൽ ആ ദൈവ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരണം. ഒന്നാമത് നമ്മൾ ദൈവത്തെ കാണാൻ തുടങ്ങണം. അതുകൊണ്ടാണ് ബൈബിളിലുള്ള സകല വീരന്മാരും ശദ്രക്കും ദാനിയേലും വേറെല്ലാവരും അവർ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ അവരുടെ പ്രതികൂലമായ പ്രവാസകാലങ്ങളിൽ അല്ലെങ്കിൽ തീക്കുണ്ടത്തിനകത്ത്, സിംഹക്കുഴിക്കകത്ത്, കാരാഗ്രഹത്തിനകത്ത്, വാളിന്റെ മുമ്പിൽ അവർ പതറിപ്പോകാതെ ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ നിനക്ക് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് ചെയ്യുക, ഞങ്ങൾ പെട്ടെന്ന് പോകട്ടെ സ്വർഗത്തിൽ ദൈവത്തിന്റെ അടുക്കൽ, ഞങ്ങൾ കർത്താവിന്റെ അടുക്കൽ പോകാൻ വെമ്പൽ കൊള്ളുകയാണ്. അല്ലയോ രാജാവേ, നിനക്ക് എന്നെ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ കൊല്ലത്തില്ല എന്ന് നീ പറയുന്നു. എന്നാൽ എൻ്റെ വാഞ്ച, പൗലോസ് പറഞ്ഞു, എത്രയും വേഗം ഹല്ലേലൂയ എനിക്ക് കർത്താവിന്റെ കൂടെ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എൻ്റെ മേൽ കിടക്കുന്ന ആ വാഗ്ദത്തം അല്ലെങ്കിൽ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ഞരക്കത്തോടെയാണെങ്കിൽ ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നു. കാരണം ആ പൗലോസിന്റെ ഉള്ളിൽ യേശുവിനെ അറിഞ്ഞ നിമിഷം മുതൽ ലോകം എന്ന് പറയുന്നത് പൗലോസ് അങ്ങ് വിട്ടു. തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ശൂലം അല്ലെങ്കിൽ രോഗമോ ഭാരമോ അതൊരു ശൂലമായി വചനം പറയുമ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. പിന്നീട് പൗലോസ് പ്രാർത്ഥിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം പൗലോസിന് എത്രയും വേഗം ഈ ശരീരമല്ലായിരുന്നു വിഷയം, ലോകമല്ലായിരുന്നു വിഷയം, പണമുണ്ടാക്കുന്നതിലല്ലായിരുന്നു പൗലോസിന്റെ ചിന്ത, ദ്രവ്യാഗ്രഹി അല്ലായിരുന്നു, 9.5 കോടിയുടെ സമ്പത്തിനെ ചപ്പന്നും ചവറന്നും എണ്ണാൻ കാരണം തികഞ്ഞ ദൈവസ്നേഹമാണ്. ഈ തികഞ്ഞ ദൈവസ്നേഹം നമ്മുടെ അകത്ത് വന്നാൽ മാത്രമേ നമുക്ക് ധൈര്യം ഉണ്ടാകൂ, ഉറപ്പുണ്ടാകൂ. ആ ദൈവസ്നേഹം വരണമെങ്കിൽ ദൈവം ആരാണെന്ന് അറിയണം. ആ ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ദൈവത്തെ ദിനംപ്രതി നീ എക്സ്പീരിയൻസ് ചെയ്യണം. ആ ദൈവത്തിനോട് നീ സംസാരിക്കാൻ തുടങ്ങണം. നമ്മുടെ കൂടെ അദൃശ്യനായ ഒരു ദൈവം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങണം. ആ തിരിച്ചറിവ്, ആ വെളിപ്പാടിൽ നമുക്ക് തരുന്നത് ധൈര്യവും ഉറപ്പുമാണ്, തൻ്റെ ഇടമാണ്. ഈ ലോകത്തെ ആരൊക്കെ നമ്മളെ വിട്ടുപോയാലും, ആരൊക്കെ നമ്മളെ വേദനിപ്പിച്ചാലും, എന്തൊക്കെ വിഷയങ്ങൾ സംഭവിച്ചാലും ഒന്നിലും അമിതമായി പ്രതീക്ഷകൾ വെക്കാതെ ആ പ്രതീക്ഷകളൊക്കെ മാറ്റി ക്രിസ്തുവിലുള്ള ഒരൊറ്റ പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടാകണമെങ്കിൽ ഇന്ന് പകല് നമ്മൾ പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ, യോഹന്നാൻ ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ, സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാനെ പോലെ പത്മോസിനകത്ത് കിടന്നിട്ട് പോലും ആ യേശുവിനെ കാണുവാൻ, എൻകൗണ്ടർ ഉണ്ടാകുവാൻ തക്കവണ്ണം ആ അപ്പോസ്തലന് ഭാഗ്യം ലഭിച്ചു. കാരണം
ഈ പ്രശ്നങ്ങളും വിഷയങ്ങളൊന്നും അവരെ പിടികൂടിയില്ല. കാരണം തികഞ്ഞ ദൈവസ്നേഹം ഉണ്ടായിരുന്ന അവർ, തികഞ്ഞ ഭക്തന്മാരായിരുന്നവർ, അവർ ദിവ്യ ശക്തി ഉണ്ടായിരുന്നവർ, അവർക്കൊരു വലിയ വെളിപ്പാടുണ്ടായിരുന്നു. ഞാൻ ഈ ലോകത്തിൻ്റെ പുത്രനല്ല, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ഞാൻ കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ വിളിച്ചവൻ വിശ്വസ്തനായിരിക്കുന്നു, അവൻ ഒരു നാളും എന്നെ കൈവിടുകയില്ല എന്ന ഒരു വലിയ ഉറപ്പും ധൈര്യവും ആ ദൈവത്തിന്റെ ഭക്തന്മാരുടെ ഉള്ളിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം യോബിന്റെ ഹൃദയത്തിലും ജീവിതത്തിലും, ദാവീദിന്റെ ജീവിതത്തിലും, അബ്രഹാമിന്റെ ജീവിതത്തിലും, മോശയുടെ ജീവിതത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക 11-ാം അധ്യായം എബ്രായർക്കെഴുതിയ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുന്നു. എന്താ അവരുടെ വീരത്വത്തിന്റെ, ധൈര്യത്തിന്റെ, ഉറപ്പിന്റെ, തന്റെ ഇടത്തിന്റെ കാരണം? അവർ വിശ്വസിച്ചവൻ, ഹല്ലേലൂയ, ഒരിക്കലും വാക്കുമാറാത്ത ദൈവമാണ്. അവരാരും മനുഷ്യരിൽ വിശ്വസിച്ചില്ല, അവരാരും രാജാക്കന്മാരിൽ ആശ്രയിച്ചില്ല, അവരാരും പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചില്ല, അവരാരും മനുഷ്യരിൽ ആശ്രയിച്ചില്ല, അവരാരും കൂട്ടു സഹോദരന്മാരിൽ ആശ്രയിച്ചില്ല, അവരാരും രക്തബന്ധങ്ങളിൽ ആശ്രയിച്ചില്ല, അവരാരും കാമുകന്മാരിലും കാമുകിമാരിലും ആശ്രയിച്ചില്ല, അവരാരും ഭർത്താക്കന്മാരിലും ഭാര്യമാരിലും ആശ്രയിച്ചില്ല, അവരാരും മക്കളിൽ ആശ്രയിച്ചില്ല, അവരാരും ഈ ലോകത്തിൽ ഒന്നിലും ആശ്രയിക്കാതെ അവരെ വിളിച്ച ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട്, ആരാധിച്ചത് കൊണ്ട്, ആ ക്രിസ്തുവിൽ ഉറപ്പുള്ളവരായതുകൊണ്ട് അവരെ വിശ്വാസ വീരന്മാരായി പ്രഖ്യാപിച്ചു. അവർ നിത്യത പ്രാപിക്കാനിടയായി. അവർ ദൈവരാജ്യത്തിന്റെ നന്മകളെ പ്രാപിച്ചു. അവർ ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടു. അവരുടെ നോട്ടം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലായിരുന്നു. അവരുടെ ഹൃദയം ക്രിസ്തുവിൽ നിറഞ്ഞിരുന്നു. ഇന്ന് പകല് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ജനമേ, ഇതുപോലെ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ കത്തട്ടെ. അത് ഒരു മജ്ജയായി, മാംസമായി വെച്ച് പിടിപ്പിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ വചനം നമുക്കൊരു കോട്ടയായിരിക്കട്ടെ. വിശ്വാസത്തിന്റെ പരിചയെടുത്ത് ദൈവവചനമെന്ന വാളെടുത്തുകൊണ്ട്, ഹല്ലേലൂയ, ഈ നാളുകൾ ദൈവം നമുക്ക് ദാനമായി തന്ന കൃപാവരങ്ങളെ കത്തി ജ്വലിപ്പിച്ചുകൊണ്ട്, ആരുടെ കൈവപ്പില്ലെങ്കിലും, ആരുടെ എൻകറേജ്മെന്റ് കിട്ടിയില്ലെങ്കിലും, നിന്നെ എൻകറേജ് ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ട്. നിന്നെ എൻകറേജ് ചെയ്യുന്ന ജീവിക്കുന്ന വചനം നിന്റെ ഉള്ളിലുണ്ട്. ഈ വചനത്തിന് മാറ്റമില്ല. നിന്റെ ആയുധം ഈ വചനമായിരിക്കട്ടെ, നിന്റെ ആയുധം വിശ്വാസമായിരിക്കട്ടെ, നിന്റെ ആയുധം, ഹല്ലേലൂയ, ഈ കൃപാവരങ്ങളായിരിക്കട്ടെ. ഇതിനെ സ്വയം ജ്വലിപ്പിക്കാൻ ഈ നാടുകളിൽ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. സ്വയം ജ്വലിപ്പിക്കണം, സ്വയം എൻകറേജ് ചെയ്യണം, സ്വയം ധൈര്യപ്പെടണം. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന നിനക്ക് എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിലെ വിഷയങ്ങളിൽ സ്വയം ധൈര്യപ്പെടാൻ സാധിക്കുന്നില്ല? ആ ധൈര്യപ്പെടാൻ ലോകം മുഴുവൻ ഓടി നടക്കണ്ട, ഭാഷന്മാരുടെ കൈവപ്പ് വേണ്ട, പ്രാർത്ഥിക്കാൻ ഉപവസിക്കാൻ ഇരിക്കണ്ട. നിന്റെ കയ്യിലുള്ള വചനം എടുത്ത് വായിക്കുക, അത് വിശ്വസിക്കുക, വിശ്വസിച്ചുകൊണ്ട് വായിക്കുക, അത് വിശ്വാസത്താൽ വിളിച്ച് പറയാൻ തുടങ്ങുക. നിന്റെ രക്ഷ നിന്റെ കരങ്ങളിലാണ്, നിന്റെ വിടുതൽ നിന്റെ കരങ്ങളിലാണ്, നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം നിന്നിലാണ്. പലരും ഇന്റർനാഷണൽ ദൈവദാസന്മാരുടെ പുറകെ ഡേറ്റ് എടുത്ത് സമയമെടുത്ത് ഇന്നർ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ പുറകെ ഒക്കെ നടക്കി. പക്ഷേ നമ്മുടെ വിടുതൽ ദൈവമക്കളെ നമ്മുടെ അകത്താണ്, നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ചിന്ത മാറണമെങ്കിൽ നമ്മൾ വിചാരിക്കണം, നമ്മുടെ പേഴ്സണാലിറ്റിയെ ചേഞ്ച് ആക്കുന്ന നമ്മളാണ്. നമ്മളെ വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്. നിന്റെ ഉള്ളിൽ കെടാത്തൊരു ബീജം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മരിക്കാത്തൊരു ദൈവം നിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് തിരിച്ചറിയുവാൻ മാത്രം മതി. ഒന്ന് തിരിച്ചറിയുക, ഒന്ന് മനസ്സിലാക്കുക. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടല്ല കാര്യം. ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. പൗലോസ് കൊലോസ്യർക്ക് ലേഖനം പറഞ്ഞു, ഏറ്റവും വലിയ വെളിപ്പാട് ക്രിസ്തു നിന്റെ ഉള്ളിലിരിക്കുന്നു. ദൈവം നമ്മുടെ അകത്തിരിക്കുകയാണ്. ഈ ദൈവത്തെ ഇതിനകത്ത് വെച്ചിട്ടാണ് ലോകം മുഴുവനും സമാധാനത്തിന് വേണ്ടി നമ്മൾ ഓടുന്നത്. എനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ് പരിഭ്രാന്തിപ്പെട്ട് സ്വസ്ഥതയില്ല, വിടുതലില്ല, പ്രശ്നം വിഷയമെന്ന് പറഞ്ഞ് നമ്മൾ ഓടി നടക്കുകയാണ്. എന്നാൽ നിന്റെ വിടുതലിന് ആധാരമായിരിക്കുന്ന ക്രിസ്തു നിന്റെ ഉള്ളിലിരിക്കുക.
നിനക്ക് വിടുതൽ സംഭവിച്ചു കഴിഞ്ഞു. വിശ്വസിച്ചാട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, ഈ ദൈവത്തിന്റെ ജനം അവരെ വചനം കേട്ട് ഉറയ്ക്കട്ടെ, ധൈര്യപ്പെടട്ടെ, സ്വയം ധൈര്യം സമ്പാദിക്കട്ടെ. വ്യക്തിപരമായി സ്വന്തമായി അവരുടെ പ്രശ്നങ്ങളിൽ, വിഷയങ്ങളിൽ ദൈവവചനം വിളിച്ചു പറഞ്ഞ് ധൈര്യപ്പെടുവാൻ ഓരോ വ്യക്തികളുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. സ്വയം കത്തി ജ്വലിക്കട്ടെ. സ്വയം യേശുവിനെ കണ്ടെത്തട്ടെ. ക്രിസ്തുവിന്റെ ശക്തിയെ തിരിച്ചറിയട്ടെ. അവരുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെ അവർ തിരിച്ചറിയട്ടെ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിലിരിക്കുന്നു എന്ന വെളിപ്പാട്, ബ്രേക്ക് ത്രൂ വന്നു കഴിഞ്ഞു, വിടുതൽ വന്നു കഴിഞ്ഞു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ ഈ ദിവസങ്ങളിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വിശ്വാസത്തിന്റെ വചനം ഞാൻ വിളിച്ചു പറഞ്ഞ്, ഹല്ലേലൂയ, ഞാൻ സ്വയം കർത്താവായ യേശുക്രിസ്തുവിനെ, എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ എന്നിലേക്ക് റിലീസ് ചെയ്ത്, ഹല്ലേലൂയ, ദൈവവചനത്തിൽ ഉറപ്പും ധൈര്യമുള്ളവനാകുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള സകല വിഷയങ്ങളും മാറുമെന്നും ഒന്നിനെക്കുറിച്ചും പരാജയ ബോധമോ ഭയമോ ഒന്നും വേണ്ട. കർത്താവിൻ്റെ ഉള്ളിലുണ്ട്. എനിക്കൊരാപത്തും വരത്തില്ല. കാരണം ഞാൻ വാഗ്ദത്തമുള്ളവനാണ്. വാഗ്ദത്തത്തിന് മരണമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഒന്നിനും എന്നെ നശിപ്പിക്കാൻ സാധിക്കത്തില്ലെന്ന് ഉറച്ചു വിശ്വസിക്കാൻ കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് ഈ സമയങ്ങളിൽ ഈ കൊറോണ വൈറസ് മുഖാന്തരം ലോകം മുഴുവനുള്ള ജനങ്ങൾ വലിയ പ്രതിസന്ധികളിലും വിഷയങ്ങളിലും, അനേക വിശ്വാസികൾ, സഭകൾ, പാഷന്മാർ, ശുശ്രൂഷകന്മാർ അവര് സാമ്പത്തികമായ പലവിധ വിഷയങ്ങളിൽ കുരുങ്ങി, ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ, ദാരിദ്ര്യങ്ങൾ, പലവിധത്തിലുള്ള പ്രതികൂലങ്ങൾ ആയിരിക്കുന്ന ഏത് ജനവും ഇന്ന് പകല് വചനം കേട്ട് ഉറയ്ക്കട്ടെ. ദൈവവചനത്തിൽ അവര് ബലപ്പെടട്ടെ. തൻ്റെ ഇടത്തോടെ, ധൈര്യത്തോടെ വചനം വിളിച്ചു പറഞ്ഞ് സ്വയം പ്രവചിച്ച് ആ പ്രവചന ദൂതുകൾ ഈ ഭൂമിയിൽ അവർ വിളിച്ചു പറയുന്ന സ്വർഗത്തിൽ അത് സംഭവിക്കപ്പെടത്തക്ക രീതിയിൽ ദൈവത്തിന് വലിയ പ്രവർത്തികൾ സംഭവിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ കരം അവരിലൂടെ വെളിപ്പെടുവാൻ, അവർ നാവ് കൊണ്ട് പറയുന്നത് സംഭവിക്കപ്പെടുവാൻ, അവരെന്ത് പറഞ്ഞാലും ചെയ്താലും അത് സംഭവിക്കപ്പെടുവാൻ, അവരുടെ സിറ്റുവേഷനുകൾ ചേഞ്ച് ആകുവാൻ, അവരുടെ വിശ്വാസം വർദ്ധിച്ച് പെരുകുവാൻ, അവരുടെ സന്തോഷം വർദ്ധിക്കുവാൻ, അവരുടെ പ്രതികൂല അവസ്ഥകൾ മാറുവാൻ, അവരുടെ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുവാൻ, ഏത് കാരാഗ്രഹ വാതിലുകളും തുറക്കപ്പെടുവാൻ, അവരെ തട്ടി പുറത്തു കൊണ്ടെന്ന് മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിപ്പാൻ, ഈ പ്രതിസന്ധികളെല്ലാം മാറുമെന്ന്, ഈ ശൂന്യതകൾ മാറുമെന്ന്, ശവക്കുഴിക്കകത്ത് കിടക്കുന്ന ജനത്തെ, യെഹെസ്കേലിന്റെ പുസ്തകം 37:13 പറയുന്നു, നീ ശവക്കുഴിക്കകത്ത് കിടന്നാൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഒരു വലിയ സൈര്യം അസ്ഥി കൂമ്പാരങ്ങളുടെ നടുവിൽ നിൽക്കുന്ന പ്രവാചകനെ നോക്കി ദൈവം പറഞ്ഞതുപോലെ, അല്ലയോ പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ജീവിക്കും. വിളിച്ചു പറയാൻ തുടങ്ങിയാട്ടെ, ജീവിക്കും. ഈ ശൂന്യത മാറും. ഈ ശവക്കുഴിയിൽ നിന്ന് ഞങ്ങൾ പുറത്തു വരും. എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. അവസ്തമിച്ചു, എല്ലാം തീർന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പുതിയതിനെ ആരംഭിക്കുവാൻ ശക്തിയുള്ള, അധികാരമുള്ള ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നസ്രായനായ യേശുവിന്റെ നാമത്തില്, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് ഇപ്പോൾ ഈ ശൂന്യതകളെ ശാസിക്കുന്നു, ഇല്ലായ്മകളെ ശാസിക്കുന്നു, ദാരിദ്ര്യങ്ങളെ ശാസിക്കുന്നു, മഹാവ്യാധികളെ ശാസിക്കുന്നു, എല്ലാ പ്രതിസന്ധികളെ ശാസിക്കുന്നു, അവിശ്വാസങ്ങളെ ശാസിക്കുന്നു. പുറത്തു വരട്ടെ, സമൃദ്ധിയോടെ പുറത്തു വരട്ടെ, തുള്ളിച്ചാടി പുറത്തു വരട്ടെ, കന്നുകുട്ടിയെ പോലെ തുള്ളിച്ചാടി പുറത്തു വരട്ടെ. ദൈവജനം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, സഭകൾ ഓപ്പൺ ആകട്ടെ, ആരാധനകൾ വീണ്ടും ആരംഭിക്കപ്പെടട്ടെ. എല്ലാ പിശാചിന്റെ ഹിഡൻ അജണ്ടകളും, മനുഷ്യന്റെ ഹിഡൻ അജണ്ടകളും യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. യേശുവിൻ നാമത്തില് ഇന്ന് പകൽ ഒരു വലിയ വിശാലത ദൈവസഭയിൽ ഉണ്ടാകട്ടെ. ഓപ്പൺ ദ ഡോർ. എല്ലാ ഡോറുകളും ഓപ്പൺ ആകട്ടെ. കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഇൻ ജീസസ് നെയിം, ആമേൻ. ദൈവത്തിന്റെ ജനമേ, വളരെ വലിയ പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ നമ്മൾ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും അതുപോലെ തന്നെ ഉറപ്പും ധൈര്യമുള്ളവരായിരുന്നു. വളരെ വേഗത്തിൽ വീണ്ടും നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 1000 മടങ്ങ് സന്തോഷത്തോടെ, ഉല്ലാസത്തോടെ ദൈവത്തെ
ആരാധിക്കുകയും ചെയ്യുന്ന നാളിതാ വെളിപ്പെടാൻ പോവുകയാണ്. ഒരുപാട് ആത്മാക്കളെ നേടാൻ നമുക്ക് സാധിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് സുവിശേഷം അനേകരോട് പറഞ്ഞ് ആത്മാക്കളെ നേടാൻ സാധിക്കും. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകം മുഴുവനുള്ള ദൈവ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഭരണകൂടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക, വെളിപ്പാടിൽ നിറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ആരാധന ദിവസം നമുക്ക് ഒരുമിച്ച് ഈ മീഡിയയിലൂടെ കാണുവാൻ ദൈവം സാഹചര്യം ഒരുക്കി. നിങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാവരും സുഖമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ദൈവകൃപയിൽ നിങ്ങളെല്ലാവരും വളരെ ആരോഗ്യവും വളരെ സന്തോഷവും ക്ഷേമത്തോടെ ഇരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കിങ്ഡം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ പേരിലുള്ള സകല ആശംസകളും എല്ലാവരെയും അറിയിക്കുന്നു. ആശീർവാദം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങൾ കേട്ടതായ ദൈവവചനത്തോടും പ്രാപിച്ച ദൈവശക്തിയോടും കാലാവസാനത്തോളം ഉണ്ടാകപ്പെടുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഉറക്കെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ